ഹായ് പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസം എന്നല്ല ഏത് മതവിശ്വാസവും മനുഷ്യകുലത്തെ പരമാവധി നന്മയിലേക്ക് നയിക്കാനല്ലേ ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെ സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുസമൂഹത്തിന് നന്മയ്ക്ക്, കുടുംബ വ്യവസ്ഥിതിയുടെ കെട്ടുറപ്പിനും നന്മയ്ക്കുമൊക്കെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നേരെ തിരിച്ച് വെറും പൂവാലന്മാരുടെ നിലവാരത്തിൽ, വെറും ചന്തപ്പിള്ളയുടെ നിലവാരത്തിൽ അധപ്പതിച്ചു എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ മൊണാലിസ എന്ന പെൺകുട്ടിയുടെ വിവാഹം. ഒരു പഞ്ചായത്ത് മെമ്പറുടെ നിലവാരത്തിലേക്ക് പോലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോ മുൻ മന്ത്രി കൂടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയോ ഉയർന്നില്ല. അവർ വെറും ചന്തപ്പിള്ളേരുടെ തലത്തിലേക്ക് തരം താണു എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ കല്യാണം. പ്രായപൂർത്തിയായെങ്കിൽ അവർക്ക് സ്വന്തം ഇഷ്ടത്തിന് പോകാൻ അനുവദിക്കുന്നതാണ് നമ്മുടെ നിയമം എന്ന് വന്നാൽ പോലും അവർ അവരുടേതായ രീതിയിൽ രജിസ്റ്റർ ഓഫീസിൽ വിവാഹം കഴിച്ചുകൊള്ളട്ടെ എന്നല്ലാതെ അത് നടത്തിക്കൊടുക്കാൻ ഉത്സാഹപൂർവ്വം ഇടപെട്ട് അതിനുവേണ്ടി മുൻപിൽ നിൽക്കാനും ഈ നേതാക്കന്മാർ ശ്രമിച്ചു വന്നത് സാംസ്കാരിക കേരളത്തെ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ മറ്റൊരാളിങ്ങനെ വശീകരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. കുടുംബത്തിലുള്ളവർക്ക് യോജിപ്പില്ലാത്ത ബന്ധമാണത് എങ്കിൽ അത് പഞ്ചായത്ത് മെമ്പറോ പൗരപ്രമുഖരോ നാട്ടുപ്രമാണിമാരോ ആരറിഞ്ഞാലും ആ കുടുംബത്തിൽ മൊത്തം ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാനല്ലേ നോക്കുക. ഇവിടെ പുറകെ കൂടി ചെറുപ്പക്കാരൻ ഉത്തരവാദിത്വപൂർവ്വം ജീവിക്കുന്നവനാണോ, ദുരുദ്ദേശമുള്ളവനാണോ, ആൾ ഫ്രോഡാണോ എന്നൊന്നും നോക്കാതെ, പ്രായപൂർത്തിയായോ എന്ന് നോക്കാതെ പെട്ടെന്ന് തന്നെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കാൻ ഇവരൊക്കെ എന്താ ഈ പെൺകുട്ടിയുടെ അമ്മാവന്മാരാണോ? മീശ നരച്ച് അപ്പൂപ്പന്മാരായിട്ടും മക്കളുള്ള മാതാപിതാക്കളുള്ള പ്രായത്തിലേക്ക്, പക്വതയിലേക്ക് ഉയരാൻ കഴിയാത്ത ഇവരെയാണോ ജനനേതാക്കന്മാരെന്ന് വിളിക്കേണ്ടത്? ഈ മന്ത്രിയുടെയോ പാർട്ടി സെക്രട്ടറിയുടെയോ മകൾ ഇതര സംസ്ഥാനത്ത് പഠിക്കാൻ പോയാൽ അവിടെ പാർക്കിൽ മറ്റൊരാൾ ഒന്നിച്ച് കറങ്ങുന്നത് കണ്ടാൽ അവരിഷ്ടമാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ മന്ത്രിമാർ ഇവരെ കെട്ടിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്ന് ആരെങ്കിലും മക്കളെ പഠിക്കാൻ അയക്കുമോ? അക്ഷരാഭ്യാസമില്ലാത്തവർ അനേകരുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരം ചതിപ്രയോഗങ്ങളും വൃത്തികളും നടക്കുകയില്ല. എന്നിട്ടാണ് ഈ പ്രബുദ്ധ കേരളത്തിന് ഇങ്ങനെ ഒരു ദുഷ്പേരാക്കി വെച്ചത്. ഇങ്ങനെയാണോ ഒരു ജനപ്രതിനിധി തീരുമാനമെടുക്കേണ്ടത്? വായി നോക്കി നടക്കുന്ന ഒരു പൂവാല സംഘത്തിൻ്റെ ഗുഹയിൽ ഒരു പെൺകുട്ടി എത്തിപ്പെട്ടാൽ അവർ ചെയ്യുന്നതിനപ്പുറം ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും മന്ത്രിമാരെയും ചെയ്യില്ല എന്ന് തെളിയിക്കുകയല്ലേ ചെയ്തത്? ഇൻഡോർ എന്ന സ്ഥലത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കുഞ്ഞു കുടിലിൽ ഒരു മരണവീടിന് സമാനമായ വിഷമമാണ്, കണ്ണുനീരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ മനസ്സിനെ ബുദ്ധിമുട്ടിച്ചു. അച്ഛനെയും അമ്മയെയും കുറിച്ച് അവൾ ചിന്തിച്ചില്ല. എല്ലായിടത്തും അച്ഛൻ കൂടെ പോയിട്ട് പോലും അച്ഛനെ നന്നായിട്ട് കബളിപ്പിക്കാൻ അവൾക്ക് സാധിച്ചു. പക്ഷേ 4 കുരുന്നുകളുടെ വയറിൻ്റെ വിശപ്പ് പോലും അവൾ ഓർത്തില്ല. അവൾ ചെറിയ കുട്ടിയാണ്, അത് അവളുടെ വിവരമില്ലായ്മ, അവൾക്ക് പഠിപ്പില്ല, ഇതൊക്കെ കേരളക്കാർ മുതലെടുക്കുകയായിരുന്നു എന്ന് അവളുടെ വീട്ടുകാർ പറയുമ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു മലയാളി എന്ന നിലയിൽ നമ്മുടെ മനസാക്ഷിക്ക് നേരെ ഉയരുന്ന ഒരു ചോദ്യമായിട്ടാണ്, നമ്മുടെ മനസാക്ഷിയെ പോറലേൽപ്പിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത്. മൊണാലിസയുടെ പിതാവും കഴിഞ്ഞ ദിവസം ചോദിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഇവരുടെയൊക്കെ വീട്ടിലെ കുട്ടികളാണെങ്കിൽ ഇവരിത് ചെയ്യുമോ? എത്ര വലിയ അപരാധമാണ് ഞങ്ങളോട് അവർ ചെയ്തത് എന്ന് ചോദിച്ചു. കുടുംബ ബന്ധങ്ങളിലെ കെട്ടുറപ്പാണ് ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ഈ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിയാൽ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്കായി, പരസ്പര ബന്ധമില്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്കായാൽ പരസ്പരം ആദ്യം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും എങ്ങനെയും തോന്നിയ പോലെ ജീവിക്കാമെന്ന് വന്നാൽ അവിടെ അരാജകത്വം ഉണ്ടാകും, ലൈംഗിക കാമകേളുകളുണ്ടാകും. അങ്ങനെ നാട് മുഴുവനും വൃത്തികെട്ട ജനമാകുമെന്ന് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കറിയാം. അങ്ങനെ ആക്കാൻ തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ശ്രമം. അത് കമ്മ്യൂണിസത്തിൻ്റെ തന്നെ കുഴപ്പമാണെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്ന മുതിർന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം, ഒരു 35-40 വർഷം മുമ്പ് റഷ്യയിൽ MBBS പഠിക്കാൻ പോകുന്നവർ, അതുപോലുള്ള പല കോഴ്സുകൾക്കും പഠിക്കാൻ പോകുന്ന കേരളത്തിലെ കുട്ടികൾ എത്ര നശിച്ചവരായാണ് മടങ്ങി വരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വിദ്യാർത്ഥികളെല്ലാം വഷളാക്കാനുള്ള അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മ്ലേച്ഛതയെക്കുറിച്ച് MD വാസുദേവൻ നായർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ലേഖനം എഴുതുകയും അത് പിന്നീട് ഒരു പുസ്തകമായി പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു സ്ഥിതി? അവിടെ ഗേൾസ് ഹോസ്റ്റലും ഇല്ല, ബോയ്സ് ഹോസ്റ്റലും ഇല്ല. പകരം ദമ്പതികൾക്ക് താമസിക്കാനുള്ള മുറികൾ മാത്രമാണ്. പഠിക്കാൻ പോകുന്നവർക്ക് ഹോസ്റ്റലിൽ മുറി കിട്ടണമെങ്കിൽ വിവാഹം കഴിച്ചതിന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അഡ്മിഷനൊക്കെ തരപ്പെടുത്തി കുട്ടി എത്തിയാൽ ഏതെങ്കിലും ലോഡ്ജിൽ കുറച്ച് 1-2 ആഴ്ച താമസിച്ചിട്ട് ഹോസ്റ്റൽ തരപ്പെട്ട് കിട്ടണമെങ്കിൽ ഒരാഴ്ചത്തെ പരിചയം വെച്ച് സഹപാഠികളായ ഏതെങ്കിലും പെൺകുട്ടികളുമായി വിവാഹം പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് ഹോസ്റ്റൽ തരപ്പെടുത്തും. അപ്പോൾ അവർക്ക് വലിയ സാമ്പത്തിക ഭാരമില്ല, ആനുകൂല്യങ്ങൾ ഒത്തിരിയുണ്ട്. കെട്ടുകയും അഴിക്കുകയും പിന്നെ കെട്ടുകയും ചെയ്യുന്ന എന്ന നിയമം ഉള്ളതുകൊണ്ട്, സമൂഹത്തെ നശിപ്പിക്കാനുള്ള സദാചാര വിരുദ്ധമായ നിയമങ്ങൾ അങ്ങനെയുള്ളത് കൊണ്ട് പല കുട്ടികളും 6 മാസം 7 മാസം കഴിയുമ്പോൾ അടുത്ത കുട്ടിയെ കെട്ടി ഇങ്ങനെ 5 കൊല്ലം MBBS കഴിഞ്ഞ് വരുമ്പോൾ 10-20 വരെ വിവാഹം കഴിച്ച് ജീവിച്ചിട്ട് ഇങ്ങോട്ട് വരികയും ഇവിടെ വന്നു കഴിയുമ്പോൾ പഴയ പുസ്തകങ്ങളെല്ലാം ഉപേക്ഷിച്ച് മാതാപിതാക്കൾ ഒരു പുതിയ പുസ്തകം മേടിച്ചു കൊടുക്കും. ഇങ്ങനെ ആത്മീയമായും സാംസ്കാരികമായും ഒരു തലമുറയെ നശിപ്പിച്ചതായിരുന്നു അവിടുത്തെ ഭരണം.
ഈ സമൂഹത്തിൽ വഷളത്വം പടർത്താനുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നേതാക്കന്മാർ ഇവിടെ ഇത്ര തോന്നിവാസം കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളൊക്കെ നേതാക്കന്മാരായി മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ എത്ര നല്ലവരാണെന്ന് വിചാരിച്ചാലും അവരുടെയൊക്കെ തനിനിറം പുറത്താവുന്നത് ഇങ്ങനെയാണ്. വെറും പൂവാലന്മാരുടെ ചന്തപ്പിള്ളേരുടെ നിലവാരത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പെൺകുട്ടിയുടെ ഭാവി സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനോ കുടുംബവുമായി യോജിച്ച് പോകാനോ പ്രേരിപ്പിക്കാനോ ശ്രമിച്ചില്ലെങ്കിലും പോട്ടെ, അതൊന്നും ഇവർ ശ്രമിച്ചില്ലെങ്കിലും ഇവർക്ക് ഈ കേസിൽ ഇടപെടാതെ മാറി നിൽക്കാമായിരുന്നല്ലോ. ഇവർ തനിനിറം പുറത്തായി ചെമ്പ് തെളിഞ്ഞു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പെരുമാറണം. തിരഞ്ഞെടുപ്പാണ് വരുന്നത്. കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ, കുടുംബത്തെ തകർക്കാൻ, സംസ്കാരത്തെ തന്നെ തകർക്കാൻ, വഷളത്വം പടർത്താനുള്ള ഈ നേതാക്കന്മാരുടെ അപ്പൂപ്പന്മാരായിട്ടും പൂവാലന്മാരുടെ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഈ നേതാക്കന്മാരുടെ തനി സ്വഭാവം അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ.